കാരുണ്യ പദ്ധതി വഴി ലഭിച്ചിരുന്ന മരുന്നും ലാബ് പരിശോധനകളുമെല്ലാം നിലച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വൃക്ക രോഗികൾ. മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ലഭിച്ച അപേക്ഷകളിൽ നിന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി കണ്ടെത്തിയ വളരെയേറെ പാവപ്പെട്ട രോഗികളാണ് ഇവിടെ ഡയാലിസിസ് നടത്തുന്നവരിലേറെയും. മുൻപ് ഈ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ കാരുണ്യ പദ്ധതി വഴി സമീപത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ലഭ്യമാക്കിയിരുന്നു. ഡയാലിസിസ് രോഗികൾക്ക് മാസത്തിലൊരിക്കൽ ലാബ് പരിശോധനകളും ആവശ്യമാണ്. ഇതിനുള്ള സംവിധാനങ്ങളും ഇവിടെ സ്വകാര്യ ലാബുകൾ വഴിയാണ് ചെയ്തിരുന്നത്. എന്നാൽ അധികൃതരിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് അറിയിച്ച മരുന്ന് നൽകുന്നതും ലാബ് പരിശോധനയും ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റോറുകളും ലാബുകളും നിർത്തി. ഞാൻ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് മുൻപിലാണ്. ഇവിടെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഡയാലിസിസ് രോഗികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസും അനുബന്ധ ചികിത്സാ സംവിധാനങ്ങളും സൗജന്യ സേവനങ്ങളായാണ് ഇവർക്ക് സർക്കാർ നൽകുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാം. പെരിന്തൽമണ്ണയിലെ ആശുപത്രി ഫാർമസിയിൽ നിന്നും അവർക്കുള്ള മരുന്നുകളും കിട്ടും. പക്ഷേ എല്ലാ മരുന്നുകളും ഇവിടെ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ആശുപത്രിയോട് ചേർന്നുള്ള സ്വകാര്യ മരുന്നുശാലകളിൽ, ഫാർമസികളിൽ ഇതിനുള്ള ഒരു സംവിധാനം സർക്കാർ ഒരുക്കി. ഡയാലിസിസ് രോഗികൾക്ക് ഇവിടുന്ന് മരുന്ന് സൗജന്യമായി വാങ്ങിക്കാം. ഇതിന്റെ പണം സർക്കാർ നൽകും. പക്ഷേ ഈ പദ്ധതിയിലേക്കുള്ള ഫണ്ട് നിലച്ചതോടെ മരുന്നുശാലകളിൽ നിന്നും ഫാർമസികളിൽ നിന്നും രോഗികൾക്ക് മരുന്ന് ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. നമുക്ക് ആദ്യം ഇവിടെ എത്തിയ ഡയാലിസിസ് രോഗികൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഒന്നും മരുന്ന് കിട്ടണില്ല, മെഡിസിൻ ഇല്ല. രണ്ടാമത്തേത് ലാബ് ടെസ്റ്റ് ഒക്കെ പുറത്തേക്കാണ്. മെഡിസിൻ ഞങ്ങൾക്ക് 3 മാസത്തോളമായി കിട്ടിയിട്ട്, അല്ല ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിക്കാണ്. ഒരു മരുന്നും മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ അവരില്ല, ഇൻഷുറൻസ് ബ്ലോക്ക് ചെയ്തിക്കാന്ന് പറയാണ്. അപ്പോൾ ഒന്നും ഞങ്ങൾ കിട്ടില്ല. ഒരു 5 ദിവസത്തിന് ഞങ്ങൾക്ക് മരുന്നിന് വേണ്ടി 2500-3000 രൂപ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ് വന്ന് ഡയാലിസിസ് ചെയ്യണം. ഒരു ഡോക്ടേഴ്സും കാര്യങ്ങളും ഇവിടെ ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി 1.5 ഇട്ടിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു അനുകൂലം എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഷോപ്പൊന്നും ഇല്ല, ഒരു ലാബൊന്നും ഇല്ല, ഒന്നുമില്ല. ഇപ്പം തന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് 1500 രൂപ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു നിവർത്തി നിങ്ങൾ ഗവൺമെന്റിക്ക് വരില്ല. വലിയ പ്രതിസന്ധിയാണ് ഇവർ അനുഭവിക്കുന്നത്. പക്ഷേ ഫാർമസി ഉടമകൾക്ക് മറ്റൊരു വഴിയും മുൻപിലില്ല എന്നാണ് അവർ പറയുന്നത്. ലക്ഷങ്ങളാണ് കുടിശ്ശികയായി കിട്ടാനുള്ളത്. മരുന്നുകൾക്ക് പണം നൽകാതെ മരുന്ന് വിതരണക്കാർ മരുന്ന് നൽകില്ല. മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന് അവർ വിശദീകരിക്കുന്നു. ഏകദേശം ഒരു 2 മാസത്തോളമായി നമ്മൾ പല പേഷ്യൻറ്റും ഇതുപോലെ നമുക്ക് ഡയാലിസിസിന് വരുന്ന രോഗികൾക്ക് പോലും അതിന് ആവശ്യമായ ലാബ് ടെസ്റ്റുകളോ മരുന്നുകളോ അവൈലബിൾ അല്ലാത്തത്, അതായത് ഗവൺമെന്റിന്റെ ഫണ്ട് ടെൻഡർ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അവർ വിസമ്മതിക്കുകയാണ്, ഇത് സംഗതി കൊടുക്കണില്ല. അപ്പോൾ നമ്മൾ അവരുടെ രോഗികളടുത്ത് പല ആളുകളടുത്തും ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനാവശ്യമായ ഫണ്ട് ഇവർക്ക് അനുവദിച്ചു കൊടുക്കണില്ല എന്നാണ് പറയുന്നത്. ചുരുക്കം പറയുകയാണെങ്കിൽ മരുന്നിന് പോലും മരുന്നില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാധാരണക്കാരായ ആളുകൾ, അതിന് താഴെയുള്ള ആളുകളാണ് ഈ ഗവൺമെന്റ് ആശുപത്രി പോലത്തെ സ്ഥാപനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയാലിസിസ് പോലത്തെ മാരകമായ രോഗങ്ങൾ, അതേപോലെ തന്നെ ക്യാൻസർ പോലത്തെ കീമോ ചെയ്യുന്ന രോഗികൾക്ക് അവർക്ക് ആവശ്യമായ മരുന്നുകൾ സർക്കാർ സംവിധാനത്തിൽ ലഭ്യമല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ക്യാമറയിൽ പ്രതികരിക്കാൻ അവരാരും തയ്യാറാകുന്നില്ല. സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമായാൽ ഉടൻ ഈ കുടിശ്ശികകൾ വീട്ടുമെന്നാണ് അവർ പറയുന്നത്. സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കാത്തതാണ് ഇതിനെല്ലാം തടസ്സമെന്നും അവർ വിശദീകരിക്കുന്നു. എന്തുതന്നെയാണെങ്കിലും ഇടപെടേണ്ടവർ ഇത് കണ്ട് ഇടപെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം മറ്റൊരു വഴിയുമില്ലാതെ ജീവിതം ദുരിതത്തിലായ ആയിരങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിൽ അതിജീവിക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇത് പെരിന്തൽമണ്ണയിലെ മാത്രം ഒരു സാഹചര്യമല്ല. മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ, സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഇതേ പ്രശ്നമുണ്ട്. കാരുണ്യ പദ്ധതി പ്രകാരം ഫണ്ട് ലഭ്യമായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ. മറ്റെല്ലാത്തിനും വലുതായി ആശുപത്രി സേവനങ്ങളെയും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളെയും വിലമതിക്കുന്ന സർക്കാരാണെന്ന് പലതവണ ആവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത്.
സർക്കാർ ഈ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്നും CV അനുമോദ്, News 18.